നമസ്കാരം, ധനു സ്പേസിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കേരള പീസ് നടത്തിയ എക്സാമുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. പ്രധാനമായും ബയോളജി ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നിവിടെ. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 185/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അത് നോക്കി വെക്കാം. അതിൽ 61ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം, ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആൻസർ വാൾട്ടർ ജി റോസനാണ്. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസനാണ്. ജൈവവൈവിധ്യം വാൾട്ടർ ജി റോസൻ. ജി ജൈവവൈവിധ്യത്തിൻ്റെത്, വാൾട്ടർ എന്ന് പറയുമ്പോൾ അത് വൈവിധ്യം ഓർക്കാം. ഓക്കെ, അപ്പോൾ ജൈവവൈവിധ്യം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസനാണ് ജൈവവൈവിധ്യം എന്ന പദം ഉപയോഗിച്ചത്. ഇവിടെ ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവമണ്ഡലം എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണേത്? ജീവമണ്ഡലം. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണെന്ത്? ജീവമണ്ഡലം. അത് ശരിക്കും പ്രധാനമായിട്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെ വന്നേക്കാം? ഒന്ന് ജലമണ്ഡലം. ഈ ജീവമണ്ഡലം എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വരാം. ഒന്ന് ജലമണ്ഡലം. അടുത്തത് എന്താണ്? സ്ഥലമണ്ഡലം. സ്ഥലമണ്ഡലം. അടുത്തത് അന്തരീക്ഷ മണ്ഡലം. അങ്ങനെ മൂന്നായിട്ട് ജീവമണ്ഡലം തിരിക്കാൻ പറ്റും അല്ലേ? ജീവമണ്ഡലം എന്ന പദം ആദ്യമേ ഉപയോഗിച്ചത് ആരാണ്? എഡ്വാർഡ് സോസാണ്. എഡ്വാർഡ്സ് ആണ് എന്ത് ചെയ്തത്? ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. എഡ്വാർഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിശദീകരിക്കുന്നത് ഹച്ചിൻസനുമാണ്. ജീവമണ്ഡലം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? എഡ്വാർഡാണ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഹച്ചിൻസനാണ്. അപ്പോൾ രണ്ട് പേര് ഓർത്തിരിക്കുക. എഡ്വാർഡിനെ ഓർക്കുക, ഹച്ചിൻസനെ ഓർത്തിരിക്കുക. എന്തിന്? ജീവമണ്ഡലം പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക. അത് 3 സെക്ഷൻസ് വരുന്നുണ്ട്. ജലമണ്ഡലം, സ്ഥലമണ്ഡലം, അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ 3 ഭാഗമാണ് ജീവമണ്ഡലം. ഓക്കെ, ഇനി ജീവമണ്ഡലം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണത്? സ്വയം പര്യാപ്തമാണ്. എപ്പോഴും എല്ലാം ചെയ്യാൻ പറ്റുന്നവയാണ്. അതായത് അവിടെ ഒരു ജീവന് നിലനിർത്താൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ജീവമണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജലവും കാർബണും എല്ലാം ഉണ്ട് അവിടെ അല്ലേ? ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ജലം അല്ലെങ്കിൽ കാർബൺ ഈ രണ്ടും ഇല്ലെങ്കിൽ, ഇത് രണ്ടും അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ജീവമണ്ഡലത്തിൽ നിലനിൽപ്പില്ല. അപ്പോൾ ജീവമണ്ഡലം എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ ഒരു ജീവന് ജീവിക്കാൻ പറ്റിയ എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ എങ്കിൽ ബേസിക്കായ കാര്യങ്ങൾ ആരൊക്കെയാണ്? അവിടെ ജലം വേണം, അതുപോലെ കാർബണും വേണം. ഇത് രണ്ടും അടിസ്ഥാന വസ്തുക്കളാണ്. ഈ 2 വസ്തുക്കളും ഉണ്ടെങ്കിൽ ജീവമണ്ഡലമുണ്ട്. അത് രണ്ടും ഇല്ലെങ്കിൽ ജീവമണ്ഡലം നിലനിൽപ്പില്ല. അപ്പോൾ ഇതൊരു ഫാക്ടർ ഓർത്തിരിക്കുക. ജലം, കാർബണും ഇവിടെ ആവശ്യമുണ്ട്. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന വസ്തുക്കളാണ്. ഇത് രണ്ടും അത്യാവശ്യ ഘടകങ്ങളാണ്. ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ജീവമണ്ഡലമുള്ളൂ. എങ്കിൽ മാത്രമേ ആരൊക്കെയുള്ളൂ? ജലമണ്ഡലവും സ്ഥലമണ്ഡലവും അന്തരീക്ഷ മണ്ഡലവും ഉള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ആരും ഉണ്ടാവുന്നുള്ളൂ? അവിടെ ജൈവസമ്പന്നത ഉണ്ടാവുന്നുള്ളൂ അല്ലേ? അപ്പോൾ ജൈവവൈവിധ്യം ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുക? ജൈവവൈവിധ്യം കണ്ടുപിടിച്ച ആരാണ്? വാൾട്ടർ ജി റോസനുമാണ്. ഓക്കെ, ഇനി ജീവമണ്ഡലം എന്ന് പറയും പ്രധാന ഘടകങ്ങൾ 3 ഘടകം പറയും നമ്മൾ. പ്രധാന ഘടകങ്ങൾ അവിടെ വേറെ എന്തൊക്കെ വരാം? ജീവനെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ജീവീയ ഘടകങ്ങൾ എന്ന് പറയും. ഒന്ന് ജീവീയ ഘടകങ്ങളും ജീവീയം, മറ്റൊന്ന് അജീവീയ ഘടകങ്ങളുമാണ് അല്ലേ? ജീവീയവും അജീവീയ ഘടകങ്ങളുമാണ്. അജീവീയം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അജീവീയം അതായത് കാർബണിക സംയുക്തങ്ങളും ധാതുക്കളും എല്ലാം എന്താണ്? അജീവീയ ഘടകങ്ങളാണ്. പ്രകാശം, താപം, മഴ, ഈർപ്പം, മണ്ണ് അങ്ങനെ തുടങ്ങി കാർബണിക സംയുക്തങ്ങളൊക്കെ ധാതുക്കളും മിനറൽസിലെ അതൊക്കെ അടങ്ങി എന്താ? അജീവീയ ഘടകങ്ങളാണ്. അല്ലേ? ഇനി ജീവീയ ഘടകങ്ങൾ ശരിക്കും എന്താണ്? ആ ഒരു ജീവമണ്ഡലത്തിലെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയിലെ ജീവനുള്ള ഘടകങ്ങളെല്ലാം എന്താണ്? ജീവീയ ഘടകങ്ങളാണ്. ഏതൊക്കെ നമുക്ക് ഉദാഹരണം പറയാൻ പറ്റും? സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും എല്ലാം അടങ്ങി എന്താണ്? ജീവീയ ഘടകങ്ങളാണ്. അപ്പോൾ മെയിൻലി ജീവൻ്റെ വെച്ച് നോക്കിയാൽ 2 ഘടകങ്ങൾ ജീവമണ്ഡലത്തിലുണ്ട്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും
വരുന്നുണ്ട് അല്ലേ. അജീവം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർക്കുക, കാർബണികം അടങ്ങിയവയെല്ലാം എന്താണ് അജീവം അല്ലേ, ധാതുക്കൾ, പ്രകാശം, ജീവനില്ലാത്തവ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് അല്ലേ. അമ്മയുണ്ട്, അവിടെ ഗർഭാശയത്തിൽ കുഞ്ഞുണ്ട് അല്ലേ. ഒരു കുഞ്ഞ് അമ്മ കഴിക്കുന്ന ആഹാരം കഴിക്കുന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കുക, ഇവർ തമ്മിൽ ബ്ലഡ് വഴിയാണ് പദാർത്ഥ സംവഹനം നടക്കുക ആണല്ലോ. അല്ല ചോറ് നേരിട്ട് ഫുഡ് കുട്ടി കഴിക്കുകയല്ല ചെയ്യുക. അപ്പോൾ എന്താണ്, അമ്മ കഴിക്കുന്ന ആഹാരം ദഹിച്ചതിന് ശേഷം ആണ് എന്ത് ചെയ്യുക, അത് ബ്ലഡ് വഴി വന്നിട്ടാണ് കുട്ടികൾക്ക് ഇല്ലേ ബേബിക്ക് കിട്ടുക. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെയും രക്തം കൂടിക്കലരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ പദാർത്ഥ സംവഹനം നടക്കില്ലേ. പദാർത്ഥം പറഞ്ഞാൽ ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അങ്ങോട്ട് പോകുന്നുണ്ട്, മെയിൻലി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുക, അപ്പോൾ അത് അമ്മയുടെയും ഗർഭശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ സംവഹനം സഹായിക്കുന്ന ഭാഗം അതാണത് പ്ലാസെൻ്റയാണ്. ഏതാണത്, പ്ലാസെൻ്റയാണ്. പ്ലാസെൻ്റ എന്നാണ് അതിന് പറയുക. പ്ലാസെൻ്റ വഴിയാണ് അമ്മയുടെയും ഗർഭശിശുവിൻ്റെയും പദാർത്ഥ സംവഹനം നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ. അതായത് ശിശു ശ്വസിക്കുന്ന CO2 വരെ അല്ലേ. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അതുവരെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ അമ്മയുടെ ബ്ലഡിലേക്കാണ് പോവുക ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ടും വരുന്നുണ്ട്, തിരിച്ച് അങ്ങോട്ടും വരുന്നുണ്ട് അല്ലേ. അതായത് അമ്മ കുട്ടി ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ബ്ലഡ് വഴി ഗ്ലൂക്കോസും ഒക്കെ കിട്ടത്തില്ലേ, എല്ലാ പ്രോട്ടീൻസ് കിട്ടും അല്ലേ, അമിനോ ആസിഡ്സ് വഴി അങ്ങനെ കിട്ടുന്നുണ്ട്, ഗ്ലൂക്കോസ് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ കഴിച്ച അല്ലെങ്കിൽ അമ്മ കഴിച്ച ആഹാരം ദഹിച്ച് അതിൻ്റെ ഫൈനലൈസ് ചെയ്യുന്നു അല്ലേ, ബ്ലഡിലേക്ക് കലരുന്ന പദാർത്ഥ രൂപത്തിലാകുമ്പോഴത്തേക്കിന് അതെന്താ ചെയ്യുക, അത് ബ്ലഡ് വഴി കുട്ടിക്ക് കിട്ടും. അതായത് ഗ്ലൂക്കോസായിട്ടും അമിനോ ആസിഡ്സായിട്ടും അങ്ങനെ മിനറൽസായിട്ടും കുട്ടിക്ക് കിട്ടുന്നു. അത് തിരിച്ച് ഉപയോഗിച്ചതിന് ശേഷം വിസർജ്യ വസ്തുക്കളും ഉണ്ടല്ലോ, അപ്പോൾ അതെന്താ, അത് ബ്ലഡ് വഴി തിരിച്ച് പ്ലാസെൻ്റ വഴിയാണ് അങ്ങോട്ട് പോവുക, ഈ അമ്മയിലേക്ക് തന്നെ എത്തിച്ചേരുക ചെയ്യുക. അപ്പോൾ അതാണ് എന്താ പ്ലാസെൻ്റ, അതാണ്. അപ്പോൾ ഇനി ഈ പ്ലാസെൻ്റയുടെ ധർമ്മം, എന്തൊക്കെ ധർമ്മങ്ങളുണ്ട്, എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് പ്ലാസെൻ്റയ്ക്ക് അല്ലേ. പ്ലാസെൻ്റ പറഞ്ഞ് ക്ഷമിക്കുന്ന പറയാം, നമുക്ക് പദാർത്ഥ സംവഹനം അല്ലേ, പദാർത്ഥ വിനിമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് സഹായിക്കുന്ന സംഭവമാണ് പ്ലാസെൻ്റ അല്ലേ, അമ്മയുടെയും കുട്ടിയുടെയും. അപ്പോൾ ഇവരുടെ ധർമ്മം എന്തൊക്കെയാണ് പ്ലാസെൻ്റയുടെ, അതായത് അമ്മയുടെ ശരീരത്തിൽ നിന്നും വളരുന്ന അല്ലേ, അവിടെ നിന്ന് വളരുന്ന കുഞ്ഞിന് ആവശ്യമായ പോഷകഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് അങ്ങനെ പ്രോട്ടീൻ, ധാതുക്കളൊക്കെ വരുന്നില്ല, അതാണ് പോഷകഘടകങ്ങൾ എത്തിക്കുക, അതാണ് ഒരെണ്ണം. പിന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ വിസർജ്യ പദാർത്ഥം നീക്കം ചെയ്യുന്നു അല്ലേ, കുട്ടി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നതും പ്ലാസെൻ്റ വഴിയാണ്. പിന്നുള്ളത് പ്ലാസെൻ്റയിൽ ഗ്ലൈക്കോജനും ഫാറ്റി ആസിഡും നിർമ്മിക്കപ്പെടുന്നു. ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഗ്ലൂക്കോസിനെ സംഭരിച്ച് വയ്ക്കപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെ ഗ്ലൈക്കോജനും ഫാറ്റി ആസിഡും നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, ചെറിയ ചെറിയ മാംസ്യങ്ങളില്ലേ, മാംസ്യങ്ങൾ ഇല്ല, അത് ഫാറ്റി ആസിഡിട്ടൊക്കെ മാറപ്പെടുന്നുണ്ട്. മാംസ്യം മീൻസ് പ്രോട്ടീൻസ്. അപ്പോൾ എന്താണ് പറയുക, ലിവേഴ്സ് അല്ലേ, അതായത് കൊഴുപ്പുകളൊക്കെ ഫാറ്റി ആസിഡായിട്ടാണ് മാറപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ പ്ലാസെൻ്റയിൽ ഗ്ലൈക്കോജനും അതൊരു പോയിൻ്റാണ്, ഗ്ലൈക്കോജനും ഫാറ്റി ആസിഡും പ്ലാസെൻ്റ നിർമ്മിക്കപ്പെടുന്നു. ഇത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസെൻ്റയിൽ ചില ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ HCG എന്ന് പറയും. HCG എന്ന് പറയുന്ന ഹോർമോൺ എന്താണ്, പ്ലാസെൻ്റ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ്. ഓക്കെ, ഇനി പ്ലാസെൻ്റയെക്കുറിച്ച് എന്തറിയാൻ പറ്റും. പ്ലാസെൻ്റ എന്ന് പറയുമ്പോൾ പ്ലാസെൻ്റയുടെ ഉൾവശത്ത് ധാരാളം രക്തക്കുഴൽ കാണപ്പെടുന്നു അല്ലേ. ഇത് കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിയുമായി ചേർന്നിരിക്കുക ചെയ്യുക. അമ്പലിക്കൽ കോഡ്, പുക്കിൾക്കൊടി ഉണ്ടല്ലോ കുട്ടിക്ക് അല്ലേ, നമുക്കറിയാം അമ്പലിക്കൽ കോഡ് കട്ട് ചെയ്താണ് കുഞ്ഞിനെ മാറ്റുക എന്നൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ പ്ലാസെൻ്റയുടെ ഉൾവശത്ത് എന്താ പറയുക, അവിടെ ധാരാളം രക്തക്കുഴലുകളുണ്ടല്ലേ. ഈ രക്തക്കുഴൽ അങ്ങോട്ട് ചെന്ന് കുട്ടി ഇവിടെ കിടക്കുകയാണെങ്കിൽ, കുട്ടി കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അമ്പലിക്കൽ കോഡല്ലേ ഇതുമായിട്ട് ബന്ധപ്പെടുക ഇങ്ങനെ അല്ലേ. ഇത് കുട്ടിയാണെന്ന് വെച്ചോളൂ, ഇത് അമ്പലിക്കൽ കോഡ്, കുട്ടിയുടെ അമ്പലിക്കൽ കോഡ്. അപ്പോൾ ഇതുമായിട്ട് കണക്ഷൻ വരിക. പ്ലാസെൻ്റ ഇങ്ങനെയാണെങ്കിൽ പ്ലാസെൻ്റയുടെ അകത്തെന്തുണ്ട്, ധാരാളം രക്തക്കല്ലുണ്ട്. ഇത് കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടിയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇനി എപ്പോഴാണ് ഈ പ്ലാസെൻ്റ രൂപം കൊള്ളുക, എപ്പോഴാണ് പ്ലാസെൻ്റ എന്ന സംഭവം രൂപം കൊള്ളുക? ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, അതായത് ഗർഭാശയഭിത്തിയിൽ ഈ ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്ന സംഭവമാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുക അല്ലേ. അങ്ങനെ കഴിയുമ്പോൾ
ഇംപ്ലാന്റേഷൻ കഴിയുമ്പോഴത്തേക്കിന്, അതായത് ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളർന്ന് കഴിയുമ്പോൾ, യൂട്രസിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞ് വളരുന്ന സംഭവം ഇംപ്ലാന്റേഷൻ. അത് കഴിയുമ്പോൾ, ആ ഇംപ്ലാന്റേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ആര്? പ്ലാസൻ്റ. അപ്പോഴാണ് പ്ലാസൻ്റ രൂപം കൊള്ളുക. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടാണ് പ്ലാസൻ്റ രൂപം കൊള്ളുക. ഇത് ഗർഭാശയത്തെ ഭ്രൂണവുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുക. എന്തിനു വേണ്ടി? പോഷകങ്ങളുടെ സംവഹനത്തിന് വേണ്ടി. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അതായത് എന്താ പറയുക, ബീജസംയോഗം നടക്കുന്നു അല്ലേ? അപ്പോൾ എന്താ പറയുക, അത് വിഭജിച്ചിട്ട് സിക്താണ്ഡം ഉണ്ടാകുന്നു, വിഭജിക്കുന്നു, മോറുലെ ആകുന്നു, ഗർഭാശയത്തിനെത്തുന്നു, അതിനുശേഷം ബ്ലാസ്റ്റുലെ ആകുന്നു. അതിനുശേഷം എന്താ ചെയ്യുക? ഈ സംഭവമാണ് ഇത് 6-7-8 ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗർഭാശയ ഭിത്തിയിൽ പറ്റിച്ചേർന്ന് ഇംപ്ലാന്റേഷൻ സംഭവമായിട്ട് മാറുന്നു. അതിനുശേഷം ആണ് എന്ത്? ഈ പ്ലാസൻ്റ രൂപം കൊള്ളുക അല്ലേ? അപ്പോൾ ഈ പ്ലാസൻ്റ ഇപ്പോൾ എന്താണ്? ഗർഭാശയത്തെ ഈ വളരുന്ന ഭ്രൂണം അല്ലേ, എംബ്രിയോ ഭ്രൂണവുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ പോഷകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ സഹായിക്കുന്നു. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് പ്ലാസൻ്റ രൂപം കൊള്ളുന്നു, അത് ഗർഭാശയത്തെ ഭ്രൂണവുമായി ബന്ധിപ്പിക്കുന്നു, അങ്ങനെ പദാർത്ഥ സംവഹനം നടക്കുന്നു. ഇപ്പോൾ ഏകദേശം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ്? ആൻസർ ഏതാണ്? നമുക്ക് സ്ക്ലീറൻ കൈമയാണ്. ആൻസർ സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യഭാഗങ്ങൾക്ക് ശക്തിയും ബലവും കൊടുക്കുന്നത് ആരാണ്? സസ്യഭാഗങ്ങൾക്ക് ശക്തി ബലവും കൊടുക്കുന്നത് ആരാണ്? കൂട്ടുന്ന ഒരു കലയാണ് സ്ക്ലീറൻ കൈമ. സസ്യഭാഗങ്ങൾക്ക് ശക്തിയും ബലവും കൊടുക്കുന്നതാണെന്ത്? സ്ക്ലീറൻ കൈമ എന്ന് പറയുന്ന ആ കല. ഇനി ലിഗ്നിൻ എന്ന് പറയപ്പെടുന്ന വെള്ളം കടക്കാത്ത പദാർത്ഥ നിക്ഷേപം കൊണ്ടാണ് ഇവയുടെ ഭിത്തിക്ക് കട്ടി കൂടിയിരിക്കുക. സ്ക്ലീറൻ കൈമയ്ക്ക് എപ്പോഴും കട്ടി കൂടുതലാണ്. കാരണം എന്താണ്? ലിഗ്നിൻ എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. ലിഗ്നിൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ മൂലമാണ്. അതിലേക്ക് വെള്ളം കടക്കത്തില്ല. അതിൻ്റെ നിക്ഷേപം മൂലമാണ് എന്ത് സംഭവിക്കുക? ഈ സ്ക്ലീറൻ കൈമ വരുമ്പോൾ കട്ടി കൂടിയിരിക്കുക. സ്ക്ലീറൻ കൈമയിൽ 2 തരം കോശങ്ങളുണ്ട്. സ്ക്ലീറൻ കൈമയിൽ 2 തരം കോശങ്ങളുണ്ട്. ഏതൊക്കെയും ചോദിച്ചെന്ന് പറയാം? ഫൈബറുകളും സ്ക്ലീറിഡ് എന്ന് പറയും. സ്ക്ലീറൻ കൈമയിൽ തന്നെ 2 തരം കോശങ്ങളുണ്ട്. ഒന്ന് ഫൈബറുകൾ എന്ന് പറയും, മറ്റത് സ്ക്ലീറിഡുകൾ എന്ന് പറയും. സ്ക്ലീറൻ കൈമ സ്ക്ലീറിഡുകൾ എന്ന് പറയും. ഫൈബറുകളും സ്ക്ലീറിഡുകളുമാണ് സ്ക്ലീറൻ കൈമ അടങ്ങിയിരിക്കുന്ന കോശങ്ങൾ എന്ന് പറയാം. ഓക്കെ, അത് ഈ ഫൈബർ എന്ന് പറയുമ്പോൾ കൂർത്ത അഗ്രമുള്ള നീളം കൂടിയ സ്ക്ലീറൻ കൈമ കോശങ്ങളാണ്. കൂർത്തിരിക്കും നീളമുള്ള ഫൈബർ പോലെ കാണപ്പെടുന്നു അല്ലേ? കൂർത്തിരിക്കും നീളമുള്ള സ്ക്ലീറൻ കൈമ കോശങ്ങളാണ് ഏത്? ഫൈബറുകൾ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ സ്ക്ലീറൻ കൈമ കാണുന്ന സാധനം എവിടേക്കെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? അതായത് സൈലത്തിൽ, ഫ്ലോയത്തിൽ, അതുപോലെ പരിചക്രം, അതുപോലെ അതിൻ്റെ പുറമെയുള്ള ആവൃതിയിലൊക്കെ എന്ത് കാണുന്നുണ്ട്? ഈ സ്ക്ലീറൻ കൈമ കാണും. അപ്പോൾ ചെടിക്ക് ബലം കൊടുക്കുന്നതാണ് ആരുടെ ധർമ്മം? ആരുടെ ധർമ്മം? സ്ക്ലീറൻ കൈമയുടെ ധർമ്മം എന്ന് പറയാം. ഇനി ഈ സ്ക്ലീറിഡുകൾ എങ്ങനെയാണ് കാണപ്പെടുക? ഈ ഫൈബർ നമുക്കറിയാം നീളമുള്ള പോലെ കൂർത്ത ഭാഗം, നീളം കൂടിയ കൂർത്ത ഭാഗങ്ങളൊക്കെ എന്താണ്? ഫൈബറുകൾ. ഇനി സ്ക്ലീറിഡുകൾ എങ്ങനെ കാണപ്പെടും? നീളവും വീതിയുമുള്ള അല്ലേ? നീളവും വീതിയും ഒരേപോലെ കാണും. നീളവും വീതിയും ഒരേപോലെയുള്ള കോശങ്ങളാണ് എന്താ? സ്ക്ലീറിഡുകൾ എന്ന് പറയാം അല്ലേ? വേറൊരു പേര് ശിലാകോശങ്ങളിൽ നിന്നും സ്ക്ലീറിഡുകളെ പറയാറുണ്ട്. ശിലാകോശങ്ങളിൽ നിന്നും സ്ക്ലീറിഡുകളെ പറയാം. അപ്പോൾ ഇതിന് സ്ക്വയർ പോലെ അല്ലേ? നീളവും വീതിയൊക്കെ ഒരേപോലെ കാണപ്പെടുന്ന കോശങ്ങളാണിത് സ്ക്ലീറിഡുകൾ. അവ എന്തായിരിക്കണം? ശിലാകോശങ്ങൾ എന്നും പറയും അല്ലേ? ഇവിടെയാണ് എന്ത് കാണുക? ലിഗ്നിൻ അല്ലേ? ലിഗ്നിൻ ഫിറ്റ് ചെയ്യപ്പെട്ട് കാണപ്പെടുക. ലിഗ്നീകൃതം എന്ന് പറയും. ലിഗ്നിൻ ഇങ്ങനെ അഡിപ്പോസ് ടിഷ്യൂ, ലിഗ്നിൻ പദാർത്ഥം പറഞ്ഞില്ലേ? ബലം കൊടുക്കുന്ന സിമെൻറ്റ് പോലെ. ആ ലിഗ്നിൻ സംഭവം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതിൻ്റെ കോർണേഴ്സിലാണ്. അതായത് ഈ സ്ക്ലീറിഡ്സിൻ്റെ കോർണേഴ്സിലാണ് ലിഗ്നിൻ സംഭവം ഏറ്റവും കൂടുതൽ കാണപ്പെടുക. അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചേക്കും അവിടെ. ഇത്രയുമാണ് സ്ക്ലീറിഡുകൾ എന്നുള്ള സംഭവം. ഇനി പഴങ്ങളുടെ കാമ്പ്, നാളികേരത്തിൻ്റെ ചിരട്ടയില്ലേ? നാളികേരത്തിൻ്റെ ചിരട്ട, അവിടെയൊക്കെ എന്താ കാണുന്നത്? സ്ക്ലീറിഡ്സാണ് കാണപ്പെടുക. പട്ടാണിപ്പയർ അതുപോലുള്ളിടത്തൊക്കെ എന്താ? സ്ക്ലീറിഡ്സാണ് കാണുക. ചോദിക്കാം അല്ലേ? സ്ക്ലീറിഡുകൾ കാണപ്പെടുന്ന നമ്മുടെ എന്താ പറയുക? തേങ്ങയുടെ ചിരട്ടയില്ലേ? തേങ്ങയ്ക്ക് ആ ചിരട്ട ഭാഗം എല്ലാവർക്കും അറിയാമല്ലോ. ആ ചിരട്ട എന്താണ്? സ്ക്ലീറിഡ്സ് ആണ്. അതുപോലെ പട്ടാണിപ്പയറിൻ്റെ തോട് സ്ക്ലീറിഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം.
ഇല്ലില്ല. അടുത്തത് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? ആൻസർ വരുന്നത് നമുക്ക് എന്താണ്? വൃക്കാധമനിയാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ്. വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരിക. അപ്പോൾ വൃക്കകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? വൃക്കകൾ, കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉദരാശയത്തിൻ്റെ നട്ടലിൻ്റെ വശത്തുമായി പയറ് പോലെ കാണപ്പെടുന്നതാണ് വൃക്കകൾ അല്ലേ. അതായത് 6.5 സെൻറ്റിമീറ്റർ കനമൊക്കെ ഉണ്ട് അതിന്, അത്രയേ ഉള്ളൂ അല്ലേ. അതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ അറിയാം അല്ലേ. വൃക്കകളുടെ അടിസ്ഥാന ഘടകം ശരിക്കും എന്താ? നെഫ്രോൺ എന്ന് പറയും. അത് അറിഞ്ഞിരിക്കുക, നെഫ്രോൺ. വൃക്കകളുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ എന്ന് പറയും. നെഫ്രോൺ, ന്യൂറോൺ അല്ല, നെഫ്രോൺ. അടിസ്ഥാന ഘടകം നെഫ്രോൺ അല്ലെ വൃക്കാനാളികകൾ എന്ന് പറയും അല്ലേ. അപ്പോൾ നെഫ്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനേകായിരം നെഫ്രോണുകൾ ചേർന്നതാണ് ഒരു കിഡ്നി അല്ലേ എന്ന് പറയുക. ചെറിയ ചെറിയ അനേകായിരം നെഫ്രോണുകൾ. നെഫ്രോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. നെഫ്രോണിനകത്ത് ഒരു ബൊമാൻസ് ക്യാപ്സുൾ ഇങ്ങനൊരു ഭാഗമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അല്ലേ ലൂപ്പുണ്ട്, അത് വളഞ്ഞ് പിന്നെ വരും, പിന്നെ ഇതിങ്ങനെ വലിയൊരു സ്ട്രക്ചറാണിത്. അതായത് ബൊമാൻസ് ക്യാപ്സുൾ അടങ്ങിയിട്ടുണ്ട്, അഫറൻ്റ് ആർട്ടറിയോൾ, ഗ്ലോമറുലസ്, ഇങ്ങനെ കുറേ സംഭവം, മാൽപീജിയൻ ക്യാപ്സ്യൂൾസ്, റീനൽ ക്യാപ്സ്യൂൾസ്, ഇങ്ങനെ കുറേ സ്ട്രക്ചറൊക്കെ അടങ്ങിയതാണ് ഏത്? നെഫ്രോൺ എന്ന് പറഞ്ഞാൽ. ബൊമാൻസ് ക്യാപ്സ്യൂൾ ഈ ഭാഗം അല്ലേ, അതിൽ തന്നെ ഗ്ലോമറുലസ് എന്ന ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്താ പറയുക? മാൽപീജിയൻ ക്യാപ്സ്യൂൾ വരും. തുടർച്ചയായിട്ട് പിന്നെ പ്രോക്സിമൽ കൺവെക്റ്റീവ് ട്യൂബുകളുണ്ട്, ഹെൻലീസ് ട്യൂബുണ്ട്, ഡിസ്റ്റൽ കൺവെക്റ്റീവ് ട്യൂബുകളുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഭാഗമാണെന്ത്? ഇത് കുറേ ഈ സ്ട്രക്ചർ മുതൽ ഇത്രയും നീളമുള്ള ഈ ഒരു ഹെൻലീസ് ട്യൂബൊക്കെ ഉണ്ട്. അതടങ്ങിയതാണെന്ത്? ഈ നെഫ്രോൺ എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ ചോദ്യം വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴൽ ഏതാണ്? വൃക്കാധമനിയാണ്. വൃക്കാധമനി എന്ന് പറയും. വൃക്കാധമനി ഇപ്പോൾ എന്താണ്? വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ വൃക്കാധമനി. റീനൽ ആർട്ടറി എന്ന് വേറൊരു പേരെന്ത് പറയാം? റീനൽ ആർട്ടറി എന്ന് പറയും. ഓക്കെ, അതായത് വൃക്കയിൽ നിന്നും വൃക്കയ്ക്കകത്തു നിന്ന് രക്തം കൊണ്ടുപോകുന്ന ആരാണ്? വൃക്കാസിരയാണ്. വൃക്കയിൽ രക്തം എത്തിക്കുന്നത് വൃക്കാധമനി ആണെങ്കിൽ വൃക്കയിൽ നിന്നും രക്തം വഹിക്കുന്ന കുഴൽ ഏതാണ്? വൃക്കാസിരയാണ്. വൃക്കയിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന ആരാണ്? വൃക്കാസിരയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വൃക്കാസിരയും വൃക്കാധമനിയുമാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നില്ലേ. അപ്പോൾ ഇനി വൃക്കയുടെ പ്രവർത്തനം കണ്ടെത്തി ശരിക്കും ആരാണ്? വില്യം ബോമാൻ എന്ന് പറയും. ഇതിൽ വേറൊരു ചോദ്യം വരിക, ഗ്ലോമറുലസ് എന്താണ് ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ? അതായത് ഇവിടെ നമ്മൾ നെഫ്രോൺ എന്ന് പറഞ്ഞില്ല, ഇവിടെ ബൊമാൻസ് ക്യാപ്സുൾ ഇത്രയും ഭാഗമാണ്, ഇതിൻ്റെ കണക്ഷനുണ്ട്. ഈ ബൊമാൻസ് ക്യാപ്സുളിനകത്ത് കിടക്കുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷൻ വരുന്നത് ഇങ്ങോട്ടാണ്, ബൊമാൻസ് ക്യാപ്സുളിനകത്തേക്ക്. ഇവിടെ അരിപ്പ് പോലെ സാധനം ഇവിടെയുണ്ട്. ഇതിലേക്ക് അഫറൻ്റ് വെസലും എഫറൻ്റ് വെസലും ഉണ്ട്, എടുക്കുകയും പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് വന്ന് അരിച്ച് ഇവിടോട്ട് ഇറങ്ങിയാൽ പോവുക ചെയ്യുക. ഇവിടെ അരിപ്പ് ഒരു സാധനമുണ്ട്. അപ്പം ഈ ഭാഗമാണെന്ത്? ബൊമാൻസ് ഗ്ലോമറുലസ് എന്ന് പറയും. അത്രയുമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ വൃക്കാധമനി എന്താണ്? വൃക്കാസിര. ധമനി എന്ന് പറയുന്ന ചോദ്യമുണ്ട്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് കുഴലാണ് വൃക്കാധമനി, വൃക്കയിൽ നിന്നും പോകുന്ന വൃക്കാസിരയാണ്. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കുക.